ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജനനപ്പെരുന്നാളിന് ശേഷം രണ്ടാം ഞായർ. പ്രധാന വായനാഭാവം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെ. മിസ്രൈമിൽ നിന്നുള്ള തിരിച്ചുവരവാണ് പ്രതിപാദ്യ വിഷയം. സ്വപ്നത്തിൽ കിട്ടിയ അരുളപ്പാടനുസരിച്ച് യൗസേപ്പ് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഗലീലാദേശത്ത് പോയി പാർക്കുന്നു. അങ്ങനെ അവൻ നസ്രത്തുകാരൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനം നടപ്പിലായി. സന്ധ്യയുടെ വായനയിൽ വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായം 43 മുതൽ 55 വരെ അവിടെ വായിക്കുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന പഴഞ്ചൊല്ല് നഥാനിയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നതായി. നന്മയുണ്ടാകാത്ത സ്ഥലം എന്ന അപഖ്യാതി മാറുന്നു ലോകരക്ഷകന്റെ പിറവി മൂലം. കുരിശ് ശാപവാക്കായിരുന്നു, അത് നീക്കുന്നു. കഴുതപ്പുറവും പുൽത്തൊട്ടിയും ശുദ്ധീകരിച്ചു തുടങ്ങി മനുഷ്യൻ അവഗണിച്ചിരുന്നതും പേരുദോഷം പറ്റിയതുമായ എല്ലാത്തിനും ശാപമോക്ഷം നൽകുവാനാണ് അവൻ എഴുന്നള്ളി അവതരിച്ചത്. അല്ലെങ്കിൽ തന്നെ ആദാം വഴി മനുഷ്യകുലത്തിനുണ്ടായ ശാപം പോക്കുവാനാണല്ലോ അവൻ എഴുന്നള്ളി വന്നത്. സർപ്പത്തിൻ്റെ തകൽ തറക്കുന്നതും മനുഷ്യകുലത്തിന് ലഭിച്ച ശാപമോക്ഷം പ്രകൃതിക്കും സർവ്വ സൃഷ്ടിക്കുമുള്ള ശാപമോക്ഷമാണ്. വീണ്ടും നാം ആദാമിനെ പോലെ സർപ്പത്തിൻ്റെ ഉപദേശത്തിന് കാതു കൊടുക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ കുതികാലിൽ തകർക്കപ്പെട്ടിരിക്കും, ഇഴഞ്ഞു നീങ്ങേണ്ടി വരും. അത് നാമായിരിക്കുന്ന സമൂഹത്തിനും കുടുംബത്തിനും ശാപവാക്കായി ഭവിക്കും. ഇന്ന് പരിശുദ്ധ ഗിവർഗീസ് ബാവായുടെ ഓർമ്മദിനം കൂടിയാണ്. 35 വർഷക്കാലം പരിശുദ്ധ സഭയെ പ്രാർത്ഥനയുടെ ആത്മാവിൽ കാരിസ്മാറ്റിക് ബലത്തിൽ സഭയെ നയിച്ചു നടത്തിയ ഒരു ദൈവമനുഷ്യനാണ്. വടക്ക് പാത്രക്കേസ് വിഭാഗത്തിൻ്റെയും തെക്ക് റീത്ത് പ്രസ്ഥാനവും സൃഷ്ടിച്ച വിഭാഗ്യത ചെറുതൊന്നുമായിരുന്നില്ല. ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മീയ ശിക്ഷണവും പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നിന്ന് പകർന്നു ലഭിച്ച ഭരണ നൈപുണ്യവും ചില്ലറയൊന്നുമല്ല പിതാവിനെ സ്വാധീനിച്ചതും വഴി നടത്തിയതും. താൻ വഹിക്കുന്ന പദവിക്കനുസൃതമായി ഗാംഭീര്യമായി തന്നെ അതിനെ ശോഭയോടെ കാത്തു പരിപാലിച്ചു. പഴയ സെമിനാരിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നെങ്കിലും പുതിയ ആസ്ഥാനം ശ്രേഷ്ഠതയുള്ളതാക്കി തീർത്തു. സുനദോഷിട്ടുവട്ടങ്ങളും ക്രമപ്പെടുത്തി. വിശാലമായ നേതൃനിര ഉത്തമ ബലവും ശക്തിയുമായിരുന്നു. ഇന്നലത്തെ ദിനം നവോത്ഥാന നായകന്മാരിൽ ഒരാളായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമായിരുന്നു. അവർ തമ്മിലുള്ള അടുപ്പവും ഉടപ്പവും ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ വിശാല വീക്ഷണത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണത്. സഭാസമാധാനത്തിനെടുത്ത ശ്രദ്ധേയമായ തീരുമാനങ്ങൾ ആരിലും മതിപ്പുളവാക്കുന്നതാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയനാഥ, നിന്റെ അവതാരം മൂലം ശാപമയമായവ നിർമ്മീകരിക്കപ്പെട്ടു. നിന്റെ ആരാധകരുടെ സാന്നിധ്യം മറ്റുള്ളവർക്കും നന്മയായി ഭവിക്കണമേ. നിന്റെ നാമം മഹത്വീകരിക്കപ്പെടുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.